വ്യക്തിപരമായ സ്നേഹത്താൽ വിശ്വസ്തതയുടെ ഉടമ്പടി ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന. വളരെ സൂക്ഷ്മതയോടെ മനസ്സിലുണ്ടാകണം. സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവരെ മാത്രം വിശ്വാസത്തിൽ ജീവിച്ചാൽ മതി. അതുകൊണ്ടാണ് ബൈബിൾ അവസാനിക്കുമ്പോൾ പറയാറില്ല, വ്യഭിചരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വ്യഭിചരിക്കാൻ കേട്ടോ, പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും. ബൈബിൾ മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ. വ്യഭിചരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വ്യഭിചരിക്കാം, പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും. ഭജനമാണ് പറഞ്ഞത്. നിങ്ങളെ ഭാഗമൊന്നും എടുത്ത് കേട്ടോ, കക്കണേ കക്കാം, പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും. എന്താ ആരോടാ പറയണത്? ദൈവം ചില ആൾക്കാരുടെ പേര് വിട്ടു. കുറേ നാൾ ജീവിച്ച് കഴിയുമ്പോൾ ഇവരെ കൂടെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പക്കയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കളയും. ഇനി നിനക്ക് കൽപ്പനയൊന്നുമില്ല, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം നൽകരുത്, അങ്ങനെയുള്ള കൽപ്പനകളെല്ലാം ഞാൻ പിൻവലിക്കുകയാണ്, നിനക്ക് നിൻ്റെ ജീവിതം എന്ന് പറയും. വെച്ചാൽ സൈ കെട്ടിട്ട് കട്ട് ചെയ്ത് കളയണതാണ്. വചനം വെളിപാടാണ് ലാസ്റ്റ് കർത്താവിൻ്റെ പുസ്തകമുള്ളത്. അവിടെ ഈ ആളെ പുറത്താക്കിയിട്ടാണ് ബൈബിൾ അവസാനിക്കുന്നത്. അപ്പോൾ അവസ്ഥ മനസ്സിലായില്ലേ? വെളിപാട് 22:11 ലാസ്റ്റ് അധ്യായമായി. എന്താ വെളിപാട് 22:11 കേട്ടോ. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. ഇത്രയും നാളെ പറഞ്ഞത് എന്താണ്? ഈ 3 ലക്ഷം വാക്കുകളുണ്ട് ബൈബിളിൽ. 4000 കൊല്ലം എടുത്താണ് ഇത് വെളിപ്പെടുത്തിയത്. ഈ 4000 കൊല്ലം പറഞ്ഞുകൊണ്ടിരുന്നത് അനീതി ചെയ്യരുതെന്നാണ് പറയണത്. അവസാനം കയറി തട്ട കണ്ടില്ലേ? എന്താ പറയണത്? കൽപ്പനയെല്ലാം പിൻവലിക്കുന്നു. എല്ലാവരുടേതും അല്ല. നേരത്തെ പറഞ്ഞ പോലെ ചേർന്ന് നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുടെ അവർക്കുള്ള കൽപ്പനകൾ പിൻവലിക്കുന്നു. നിങ്ങൾക്ക് എന്താ മനസ്സിനിണങ്ങിയത്? അബോർഷനെങ്കിൽ അബോർഷൻ, വ്യഭിചാരമെങ്കിൽ വ്യഭിചാരം, 5 കെട്ടുകയാണെങ്കിൽ 5 കെട്ടുക, എന്താണെന്ന് വെച്ചാൽ കാണിക്കുക. നോക്കി അത്രയും ക്ലിയറാണ് സംഭവം. അവിടെ വെച്ചാൽ എല്ലാം ക്ലിയർ. എന്ന് വെച്ചാൽ കണക്ക് തീർക്കുകയാണ്. എനിക്ക് ആ ഭാഗം വായിക്കുമ്പോൾ പേടി തോന്നും ശരിക്കും. എന്നുവെച്ചാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവരെ ദൈവം കൂട്ടണത് ഭീരുക്കൾ എന്നാണ്. ഭീരുക്കൾ പിന്നെ എന്താണ്? ഇങ്ങനെ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരെ വചനം പാലിക്കാനുള്ള ധൈര്യമില്ലാത്ത ആൾക്കാരാണ്. അവരെ വചനം വിളിക്കുന്നത് ഭീരുക്കളെന്നും അവിശ്വാസികളെന്നാണ് വിളിക്കുന്നത്. അവർക്കുള്ള മറുപടിയും മരുന്നുമൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ഭീരുക്കൾ, അവിശ്വാസികൾ. Take the word of God. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം. ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന വെളിപാട് 21:8. വെളിപാട് 21:8.
എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. അപ്പൊ ഈ രണ്ടാമത്തെ മരണത്തിന് വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരോടാണ് കൽപ്പന. പിന്നെ പ്രമാണം ഇല്ലെന്ന് പറയണത്. പ്രമാണം ഇല്ല. കൊടുത്ത പ്രമാണം പിൻവലിച്ചിട്ടാണ് ദൈവം വചനം അവസാനിക്കുന്നത്. ഈ സമൂഹം ഇവിടെ ഉണ്ടായത് പ്രമാണം കൊടുത്താണ് ഉണ്ടാക്കിയത്. സീനായി മലമുകളിൽ വെച്ചുണ്ടായ സമൂഹമാണ്. അത് പിന്നീട് നവീകരിക്കപ്പെട്ടത് സീനായി മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ദൈവജനം വാഗ്ദാന നാട് പ്രാപിച്ചതിന് ശേഷം കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് കർത്താവ് വന്നപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കൊടുക്കുന്നത് മലമുകളിലാണ്. അവിടെ വെച്ച് സുവിശേഷ ഭാഗ്യങ്ങൾ കൊടുക്കും. ഈ സുവിശേഷ ഭാഗ്യങ്ങളാണ് നമ്മൾ ജീവിക്കണത്. എന്നിട്ട് സ്വർഗീയ ജെറുസലേമിലേക്ക് ജനം പോവുകയും. പക്ഷേ സുവിശേഷ ഭാഗ്യങ്ങൾ കൊടുത്തിട്ടും ചില ആൾക്കാർ അവരവരുടെ വഴികൾക്ക് തന്നെ പോകും. അപ്പം അവരെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യണതാണ് കാണുന്നത്. ഇനി പ്രമാണമെല്ലാം പിൻവലിക്കുകയാണ്. പ്രമാണം പിൻവലിച്ചു എന്നിട്ട് പറയും നിങ്ങളുടെ വഴികളിലേക്ക് പോയിക്കൊള്ളാൻ പറയും. വളരെ കൃത്യമായിട്ടാണ് ബൈബിള് വളരെ ഷാർപ്പ് ലാൻഡിങ്ങാണ് ചെയ്യണത്. അത് അവസാനമാണ് ഇത് പറയണത്. ബൈബിളിപ്പോൾ അവസാനിക്കും. അപ്പോൾ അവിടെ വെച്ച് അതൊക്കെ മുമ്പ് തന്നെ ഈ വിഷയത്തിലെല്ലാം തീരുമാനമായിട്ട് പിരിയും. എൻ്റെ മക്കൾ, നമ്മൾ ഒരു പാപത്തിനെങ്കിലും എതിരെ നമ്മൾ ചേർത്ത് നിൽക്കാൻ ധൈര്യം കാണിച്ചാൽ, കാര്യം നമ്മളെ പേടി വരണതിൻ്റെ കാരണം യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ഒത്തിരി കാരണങ്ങളില്ല. ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? അവൻ തൻ്റെ ജനങ്ങളുടെ പാപത്തിന് വേണ്ടി പരിഹാരമായിരിക്കും. അതാണ് സംഭവം. 1000 കാരണങ്ങളില്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന്. ഓരോരുത്തരും മരിക്കണ മുമ്പ് അവരുടെ കുറ്റങ്ങളൊക്കെ എഴുതി വെച്ച് വായിക്കത്തില്ലേ? അങ്ങനെ വായിക്കാൻ വേണ്ടി മാത്രമൊന്നുമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ പറഞ്ഞത് അവൻ തൻ്റെ അമ്മയോട് പറഞ്ഞതാണ്. എന്താണ്? അവൻ തൻ്റെ ജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അത്രയേ ഉള്ളൂ. ഒറ്റ കാര്യമേ ഉള്ളൂ. ഇനി കുറേ കാലം കഴിയുമ്പോൾ മനുഷ്യൻ പറയും അത് പാപം അല്ലെന്നൊക്കെ പറഞ്ഞാലും മനുഷ്യന്മാർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ആണെന്ന് പറയാം, അല്ലെന്നൊക്കെ പറയാം. പക്ഷെ ദൈവം ഒരിക്കലും ആണെന്ന് പറഞ്ഞാൽ പിന്നെ അല്ലെന്ന് പറയുന്നവർക്ക് അല്ലെന്ന് പറയുന്ന വഴികളിലൂടെ പോണതിനൊരു പ്രശ്നമില്ല. അവരെ ഭീതികളും അവിശ്വാസികളുമായിട്ട് ദൈവം കൂട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, ഉടമ്പടി ജീവിതത്തിലെ അങ്ങയോട് കാണിക്കേണ്ട വിശ്വസ്തതയ്ക്ക് ആവശ്യമായ ദൈവസ്നേഹവും ദൈവസ്നേഹത്തിന് ഉപോത്ബലമായ ദൈവസ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷിയാക്കി ഈ അൾത്താരിയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോ അപ്പായ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം തുടങ്ങട്ടെ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. 1 കൊരിന്തോസ് 15:10. ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് വരുന്നത് 2024 ജനുവരി 12-ാം തീയതിയാണ്. എൻ്റെ പേര് ഡാലി ആൻഡോ, ഹസ്ബൻഡ് ആൻഡോ. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത പാറേക്കാട്ടുകര ഇടവകയിൽ നിന്നും വരുന്നു. 2015 എനിക്ക് ഒരു കൃപാസനം പത്രം കിട്ടി. അതിലൂടെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അന്ന് ആ പത്രം ഞാൻ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു. ഞാൻ വായിക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങളുടെ ജീവിതം തുടർന്നു.
അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ 2 വർഷത്തോളം വീട്ടിൽ കുടുംബ പ്രാർത്ഥനയും കുമ്പസാരമോ വിശുദ്ധ കുർബാനയോ ഇല്ലാതെ കടന്നു പോകുമ്പോൾ ഈശോയോട് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ള ഒരു തെറ്റായ ധാരണയോടുകൂടിയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടി തകർന്ന് തരിപ്പണമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ 2023 ഡിസംബറിൽ ഒരു ചേച്ചി എന്നെ കൃപാസനത്തിലേക്ക് ക്ഷണിച്ചു. അന്ന് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, എൻ്റെ ജീവിത പങ്കാളി ഈ മണ്ണിൽ എന്ന് കാലുകുത്തുന്നുവോ അന്നല്ലാതെ ഞാൻ അമ്മയുടെ മണ്ണിലേക്ക് കടന്നു വരില്ല എന്ന്. എൻ്റെ ജീവിത പങ്കാളി ഒരു പള്ളിയിൽ പോകുവാനോ ഒന്നിനും സമ്മതിക്കുമായിരുന്നില്ല. അങ്ങനെ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. 2024 ജനുവരി 11 ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ കൃപാസനത്തിൽ പോവുകയാണ്, ചേട്ടൻ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പോരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ എൻ്റെ കൂടെ പോന്നിട്ട് അവിടെ ചെന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കാനാണെങ്കിൽ എൻ്റെ കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ പോരാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ വന്നു. രാവിലെ 7 മണിക്ക് ഉടമ്പടി ക്ലാസ്സിൽ കയറി. ഞാൻ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് 1 മണിക്കാണ്. അത്രയും സമയം എൻ്റെ ജീവിത പങ്കാളി ഈ ആലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയി ഞങ്ങളുടെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇവിടെ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യത 22 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൽ KSFയിൽ ഒരു ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്നോട് പറയുമായിരുന്നു, KSFയിൽ ചിട്ടി ചേർന്നിട്ട് വിളിക്കാൻ സാധിക്കില്ല എന്ന്. അങ്ങനെ 3-ാമത്തെ മാസം ഞാൻ ചിട്ടി വിളിക്കാനായിട്ട് എഴുതി കൊടുത്തിരുന്നു. ഏപ്രിൽ മാസം 21 ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ചിട്ടി വിളിക്കാൻ പോകാനിരുന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമ്മൾ 3.5 ലക്ഷം രൂപയ്ക്ക് ചിട്ടി വിളിക്കാൻ എഴുതി കൊടുത്തിരിക്കുന്നതാണ്, ഇനി നമ്മൾ പോകേണ്ട കാര്യമില്ല എന്ന്. 12:30 ആയപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു, നീ പോകൂ എന്ന്. അപ്പോൾ തന്നെ ഞാൻ റെഡിയായി പോയി. 1 മണിക്ക് ചിട്ടി വിളിക്കാൻ ഞാൻ അവിടെ പോകുമ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, എന്നെ നാണം കെടുത്താനായിട്ട് അമ്മ എന്നെ അവിടെ കൊണ്ടുപോകരുതേ എന്ന്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഓഫീസിൻ്റെ ഫ്രണ്ടിലെ വാഹനങ്ങൾ കണ്ട് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അകത്തേക്ക് കയറൂ എന്ന്. അങ്ങനെ ഞാൻ അകത്ത് കയറി. അവിടുത്തെ ക്ലർക്കിനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അവിടെ ഇരുന്നോ, സമയമാവുമോ ഞാൻ വരുമെന്ന്. വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു, ഞാൻ വിളിക്കാൻ പോകുന്ന ചിട്ടിക്ക് ഞാനല്ലാതെ വേറൊരു വ്യക്തി പോലും അവിടെ ഉണ്ടാകരുതേ എന്ന്. അങ്ങനെ ചിട്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വിളിക്കുന്ന ചിട്ടിയിൽ 9 വ്യക്തികൾ ചിട്ടി വിളിക്കാൻ എഴുതി കൊടുത്തിരുന്നു. ഞാനല്ലാതെ വേറൊരു വ്യക്തി പോലും അവിടെ സന്നിഹിതയായിരുന്നില്ല. അങ്ങനെ ചിട്ടി സ്റ്റാർട്ട് ചെയ്തു. 3.5 ലക്ഷം രൂപയ്ക്ക് വിളിക്കാൻ എഴുതി കൊടുത്തിരുന്ന ചിട്ടി 4,09,000 രൂപയ്ക്ക് എൻ്റെ അമ്മ മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 2-ാമത്തെ സാക്ഷ്യം, എൻ്റെ കാലിൽ വെരിക്കോസ് വെയിൻ്റെ അസുഖമുണ്ടായിരുന്നു. 17 വർഷത്തോളമായി ഞാൻ വെരിക്കോസ് വെയിൻ്റെ അസുഖം മൂലം ബുദ്ധിമുട്ടുന്നു. 8 വർഷത്തോളമായി ഷുഗർ എനിക്കുണ്ട്. അങ്ങനെ ഞാൻ വെരിക്കോസ് വെയിന് ഡോക്ടറെ കണ്ടിരുന്നു. ഒരുപാട് ഓയിൽമെൻറ്റുകളും മെഡിസിനുകളും തന്നു. നിസ്സാര സമയത്ത് ശമനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ 2024 ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. എനിക്ക് 5 മിനിറ്റ് നടക്കുവാനോ നിൽക്കുവാനോ സാധിക്കാത്തൊരു വ്യക്തിയായിരുന്നു. 2024 ജപമാല റാലിയിൽ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പോയിരുന്നു. വെരിക്കോസ് വെയിൻ്റെ അസുഖം മാറാനോ മസിൽ കയറുന്ന അസുഖം മാറാനോ ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല. എൻ്റെ വലത് കാലിൽ മുട്ടിന് മുകളിലായി ഞരമ്പ് വലിയുന്ന ഒരു അസുഖവും ഉണ്ടായിരുന്നു. ഞാൻ 2 ഡോക്ടർമാരെ കണ്ടപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഡോപ്ലർ സ്കാൻ ചെയ്ത് നോക്കാം, ബ്ലോക്ക് ഉണ്ടെന്ന്. പക്ഷേ ഞാൻ അതിനൊന്നും തയ്യാറായില്ല. ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്ത് അന്ന് വീട്ടിൽ ചെന്നതിന് ശേഷം
ഇതുവരെ എനിക്ക് ഈ അസുഖം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ പട്ടയമാണ്. ഞങ്ങൾ താമസിക്കുന്ന വീടിന് 18 വർഷത്തോളമായി പട്ടയമില്ല. ഞങ്ങൾ അവിടെ 3 വീട്ടുകാരാണ് താമസിക്കുന്നത്. അവർ 40 വർഷം 30 വർഷമായ വ്യക്തികളാണ്. ഞങ്ങൾ 18 വർഷമായി ആ സ്ഥലം വാങ്ങിച്ചിട്ട്. ഞങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന വ്യക്തി 42 വർഷത്തോളം അവിടെ പട്ടയമില്ലാതെ താമസിച്ചിരുന്നു. ആ വ്യക്തിയിൽ നിന്നും ഞങ്ങൾ സ്ഥലം വാങ്ങിയപ്പോൾ ആ വ്യക്തി ഞങ്ങളോട് പറഞ്ഞു, ഇതിന് പട്ടയം കിട്ടില്ല, ഇത് പുറമ്പോക്കാണെന്ന്. അപ്പുറത്തുള്ള പറമ്പുകാരൻ ഞങ്ങളോട് പറഞ്ഞു, അത് വാങ്ങിക്കോളൂ, ഞങ്ങളുടെ കയ്യിൽ ആധാരമുണ്ട്, ഞാൻ തരാമെന്ന്. അങ്ങനെ വാങ്ങി. ഞങ്ങൾ വില്ലേജിൽ ചെന്നപ്പോൾ അറിഞ്ഞു ഇത് പുറമ്പോക്ക് ഭൂമിയാണ്, അതിന് ആധാരം തരാൻ പറ്റില്ല എന്ന്. അന്ന് മുതൽ ഞങ്ങൾ പട്ടയത്തിനുള്ള അപേക്ഷ കൊടുത്തുകൊണ്ടിരുന്നു. 2024 മെയ് മാസത്തിൽ ഞാൻ ജോസഫ് അച്ഛനെ കണ്ട് ഫയൽ കൊടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു കാശ് രൂപം തന്നിട്ട് എന്നോട് പറഞ്ഞു, സാക്ഷ്യം പറയാൻ തയ്യാറായിക്കോ മോളെ എന്ന്. ആ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. 2024 ജൂൺ മാസത്തിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ ആദ്യമായി ഞങ്ങളുടെ വില്ലേജിൽ മാത്രം റീസർവേ ആരംഭിച്ചു. പട്ടയം കിട്ടാനുള്ള തടസ്സം എന്ന് പറയുന്നത് റീസർവേ കഴിയാത്ത കാരണം പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു. ജൂണിൽ റീസർവേ കഴിഞ്ഞു. അവിടേക്ക് പുതിയതായി വന്ന വില്ലേജിൽ പുതിയതായി വന്ന സ്റ്റാഫ് പറഞ്ഞു, നമുക്ക് പുതിയ അപേക്ഷ കൊടുക്കാമെന്ന്. അങ്ങനെ 3 കൂട്ടുകാരുടെയും അപേക്ഷ ഞങ്ങൾ നൽകി. അങ്ങനെ തുടർന്ന് അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചവർ ഞങ്ങളോട് പറഞ്ഞു, നീ ഇത്രയ്ക്കൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നിൻ്റെ മാതാവിന് അത്ര ശക്തി ഉണ്ടെങ്കിൽ നിൻ്റെ കൃപാസന മാതാവ് നിനക്ക് പട്ടയം വാങ്ങിത്തരട്ടെ എന്ന്. അത്രയും നാൾ ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നത്, എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി യേശുനാമത്തിൽ എന്നെ ഉയർത്തണമേ എന്നായിരുന്നു. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അമ്മേ, ഞാൻ ഒരിക്കലും അമ്മയെയോ ഈശോയെയോ വിട്ടുപോകില്ല. പക്ഷേ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായി എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പട്ടയത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ഇന്നലെ ഈ പട്ടയം ഞങ്ങളുടെ കയ്യിൽ തൃശ്ശൂർ പട്ടയമേളയിൽ വെച്ച് ഞങ്ങൾക്ക് ലഭിച്ചു. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു, ഈ പട്ടയം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷമേ എൻ്റെ നാട്ടിലുള്ള ആരുപോലും അറിയൂ എന്ന്. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ പട്ടയം ഞങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പോഴും ഞങ്ങളുടെ അപ്പുറത്തുള്ള വ്യക്തികൾക്ക് പട്ടയം ലഭിച്ചിട്ടില്ല. ഈ സ്ഥലം മൊത്തം 60 വർഷമായിട്ട് പട്ടയമില്ലാതെ കിടക്കുന്ന ഭൂമിയാണ്. ഇത്രയും വലിയ അനുഗ്രഹം നേടിത്തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പായ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അടുത്തതായി എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസാണ്. ഞാൻ 2 വീലർ ലൈസൻസ് എടുത്തിട്ട് 8 വർഷം കഴിഞ്ഞിരുന്നു. അതിനുശേഷം 4 വീലർ ലൈസൻസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഹസ്ബൻഡും ഞാനും ഡ്രൈവിംഗ് ലൈസൻസിന് പോയി ചേർന്നിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സ്കൂളിൽ പോയി ചേർന്നു. അങ്ങനെ ഞാൻ ഡ്രൈവിങ്ങിന് നന്നായി വണ്ടി ഓടിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രൈവിങ്ങിന് പോയി. അപ്പോൾ ഞാൻ രാവിലെ ഈശോയോട് കുർബാനയിൽ പ്രാർത്ഥിച്ചിരുന്നു, നിൻ്റെ സാന്നിധ്യം എനിക്ക് അവിടെ പ്രകടമാക്കി തരണമേ എന്ന്. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി. അവിടെ ഈശോയുടെ ശക്തമായ സാന്നിധ്യം ഞാൻ ഓരോ നിമിഷവും അനുഭവിച്ചു. എൻ്റെ ഉടമ്പടിയിലെ സാക്ഷ്യമായിരുന്നു എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ഫസ്റ്റ് ചാൻസിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെന്ന്. കഴിഞ്ഞ ഡിസംബർ 23-ാം തീയതി എനിക്കും ഫെബ്രുവരി 17-ാം തീയതി ഹസ്ബൻഡിനും ഡ്രൈവിംഗ് ലൈസൻസ് ഫസ്റ്റ് ചാൻസിൽ തന്നെ തന്ന് അനുഗ്രഹിച്ച ഈശോപ്പായ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 2 വർഷമായി. ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. എനിക്ക് എവിടെ നിന്നാണ് ഇവിടെ വരാനുള്ള പൈസ എന്ന് എനിക്കറിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും തലേ ദിവസം ഇവിടെ വരാനുള്ള പൈസ റെഡിയാക്കി അമ്മ തരും. ഞാനിവിടെ വന്ന് എല്ലാ മാസവും പത്രം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി അതിൽ ബൈബിൾ വചനങ്ങൾ ഓരോന്നും ഓരോ പത്രത്തിലും എഴുതി
വീടുകൾ കയറി ഇറങ്ങി ഞാൻ പത്രം കൊടുക്കും. കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്തിരുന്നത് പൊതിച്ചോറുണ്ടാക്കി വഴിയരികിൽ ഭിക്ഷയാചിക്കാനിരിക്കുന്നവർക്ക് കൊണ്ടുകൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ മുൻപിൽ കൈനീട്ടുന്നവർക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ബൈബിൾ ഒരു പ്രാവശ്യം മുഴുവനായിട്ടും വായിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു എന്ന് പറയാൻ തന്നെ എനിക്കിപ്പോൾ നാണമാണ്. കാരണം ഞാൻ അത്രയും തകർന്ന അവസ്ഥയിലായി പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആത്മീയമായിട്ട് വളരെയധികം ഉയർന്നു. ഓരോ ദിവസവും വീട്ടിൽ ബൈബിൾ വായിക്കാനും ബൈബിൾ വചനങ്ങൾ ഷെയർ ചെയ്യാനുമാണ് കൂടുതൽ സമയം ഞങ്ങളിപ്പോൾ കണ്ടെത്തുന്നത്. പിന്നെ കുമ്പസാരം, കുർബാന, കുടുംബ പ്രാർത്ഥന, ഇത് മൂന്നും ഞങ്ങളുടെ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്നില്ല. ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇനിയും ഒരിക്കൽ കൂടി ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ ഇതിലും വലിയ സാക്ഷ്യം നൽകാൻ അമ്മ അനുവദിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. ആദ്യമായി ഈ ആൾത്താരയിൽ വന്ന് നിൽക്കുവാനും ഇവിടെ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ജോസ്. ഞാൻ മൂവാറ്റുപുഴ പെരുങ്ങഴ ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരെ കല്യാണം കഴിച്ചയപ്പിച്ചു. ഭർത്താവിന് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ജോലിയാണ്. എനിക്കൊരു കുഞ്ഞ് വീടായിരുന്നു ഉണ്ടായിരുന്നത്. അത് വീട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഓടിട്ട ഒരു കുഞ്ഞ് വീട്. പല പ്രാവശ്യവും ഞങ്ങൾ ആ വീടൊന്ന് പുതുക്കി പണിയുവാനോ അല്ലെങ്കിൽ വേറെ മേടിക്കുവാനോ ഓർത്തിരുന്നു. പക്ഷേ സാധിച്ചില്ല. കാരണം അതിൻ്റെ കിടപ്പ് എങ്ങനെയായിരുന്നു. 10 സെൻറ്റ് സ്ഥലമായിരുന്നെങ്കിൽ 2 സൈഡും റോഡ്, തൊട്ടു പുറകിലായിട്ട് ഇടുക്കി ടവർ 220 kV ലൈൻ വലിച്ചിട്ടുള്ള ടവറാണ്. അതിൻ്റെ ചുവട്ടിൽ ഒരു കാരണവശാലും നമുക്ക് പുതിയ അനുമതി തരികയില്ല. അപ്പം നമ്മൾ വീട് എന്ന സ്വപ്നം ഞാൻ വിട്ടിരുന്നു. കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. പിള്ളേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുഴപ്പമില്ലാതെ ജീവിക്കുമായിരുന്നു. 25 മാർച്ച് 4 പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ വീടിനോ ഒന്നിനുമല്ല, ഈ മാതാവിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ കൊച്ചിൻ്റെ അടുത്ത് 6 മാസത്തേക്ക് UK പോയായിരുന്നു, UK. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മാതാവിനെ ഒന്ന് കാണണം എന്ന് തോന്നി ഞാനിവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ എന്നാൽ ഉടമ്പടി എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഉടമ്പടി എടുത്തു. ഞാൻ എൻ്റെ 6 സാക്ഷ്യം വയ്ക്കാം, 6 കാര്യങ്ങൾ നിയോഗം വയ്ക്കാമെന്നുള്ളത്. വീടൊന്നും നിയോഗം വെച്ചില്ല. ഞാൻ എന്താ നിയോഗം വെച്ചതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എൻ്റെ പള്ളിയിൽ പാട്ട് പാടുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ നിയോഗങ്ങളൊന്നും പറയാനില്ല. വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ അങ്ങ് ജീവിക്കുവാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ വീടൊന്നും വേണ്ട. പക്ഷെ ഞാൻ ഇവിടുന്ന് പോയി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോള് പറഞ്ഞു, അമ്മച്ചി നമുക്ക് ആ വീടൊന്ന് പുതുക്കി പണിതാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട കൊച്ചേ, വേണ്ടാത്ത കാര്യത്തിനൊന്നും പോകണ്ട. ഒന്നാമത് നമുക്ക് സാമ്പത്തികമായിട്ടും വീട് പണിയാനൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ കാലത്ത് വീട് പണിയണമെങ്കിൽ എന്തായാലും പറ്റില്ല. പിന്നെ ആ സ്ഥലത്ത് ഒട്ടും പറ്റത്തില്ല. പിന്നെ നമുക്ക് വേറെ നോക്കാമെന്ന് വെച്ചാൽ അതൊന്നും വേണ്ട, ഇനി ഈ വീടൊക്കെ മതി, എനിക്കും പപ്പയ്ക്കും ഈ വീട് മതി എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ കൊച്ചിൻ്റെ അനിയൻ കൊച്ചു വന്നിട്ട് ഒരാളെ കൊണ്ടുവന്ന് അളവെടുപ്പിക്കുക, അളന്ന് നോക്കുക സ്ഥലമല്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ അളക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇപ്പം പറയാം അമ്മച്ചി, ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞ് അവൻ പോയി. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മച്ചിക്കൊരു വീട് പണിത് തരാമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട, ഞാനിതിന് ആളല്ല, എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. നിങ്ങൾ ഒരു ലോൺ എടുത്തോ കടം മേടിച്ചോ വീട് പണിയാൻ നോക്കുകയും വേണ്ട, അത് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും പറയണ്ട, 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും JCB വന്നു, വീട് പൊളിച്ചു, ഞങ്ങൾ സാധനങ്ങളെല്ലാം മാറ്റി. തൊട്ടടുത്ത് തന്നെ ഒരു വീട് എനിക്ക് വാടകയ്ക്ക് കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ വാടകയ്ക്ക് ചോദിച്ചപ്പോൾ അവർ കൊടുക്കാനിട്ടിരുന്നതല്ല, എനിക്കതുകൊണ്ട് മെരിക്കുഞ്ഞിനാണെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞ് അവിടെ കിടന്നു. എന്നോട് ഒരു കാശോ ഒന്നും മേടിച്ചില്ല. പക്ഷെ ഞാൻ വാടക കൊടുത്തോണ്ടിരുന്നു. ലിൻഡിൽ വാർക്ക പെട്ടെന്ന് കഴിഞ്ഞു.
ലിൻഡിൽ വാർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും KSEBയിലെ ഉദ്യോഗസ്ഥർ വന്നു. ഇപ്പം ഞങ്ങൾ അനുവാദം ചോദിച്ചിട്ടാണ് പണിതോളാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ആരോ എന്തോ എങ്ങനെയാണെന്നറിയില്ല, ലിൻഡിൽ വാർത്ത് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി ആൾക്കാർ വന്നിട്ട്, ഉദ്യോഗസ്ഥർ വന്നിട്ട് പറഞ്ഞു, ഇനി പടി ഇവിടെ നിർത്തിക്കോ, NOC കിട്ടിയിട്ട്, ഇടുക്കി ടവറിൻ്റെ NOC കിട്ടിയിട്ട് പണിതാൽ മതി, ഇത് പുതിയ ഓർഡറാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾക്ക് ഭയങ്കരമായിട്ട് വിഷമായി. നമ്മുടെ ഉള്ള വീടും പോയി ഇനി എന്ത് ചെയ്യുമെന്നറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ ഉടമ്പടിയിലായതുകൊണ്ട് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അന്ന് അച്ഛനെ കാണുമെന്നൊന്നും ഓർത്തില്ല. ഒരു ചൊവ്വാഴ്ച ഞാൻ വന്നപ്പോൾ എനിക്ക് എങ്ങനെ അച്ഛനെ കാണാനുള്ളൊരു സാധ്യത കിട്ടി. അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ പടവും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് ഒരു കാശിരൂപം വെഞ്ചിരിച്ച് തന്നു. ഇതാ വീട് വയ്ക്കുന്നിടത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഈ തടസ്സങ്ങളെല്ലാം മാറി. അതിനിടയ്ക്ക് ഒത്തിരി ഉദ്യോഗസ്ഥർ വന്ന് ഇടുക്കി, കോതമംഗലം, തൊടുപുഴ, എറണാകുളം എല്ലാ സ്ഥലത്തുനിന്നും ഉദ്യോഗസ്ഥർ വന്ന് നോക്കുന്നുണ്ട്. അവരൊന്നും മിണ്ടുന്നില്ല. അവർ പറഞ്ഞു പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു. പെട്ടെന്ന് പണിതു. 9 മാസമായപ്പോഴത്തേക്കിനും തടസ്സം വന്നില്ലായിരുന്നെങ്കിൽ 6 മാസം കൊണ്ട് തീർന്നേനെ. 9 മാസം കൊണ്ട്. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഈ ഇവിടുന്ന് കിട്ടിയ വെഞ്ചിരിച്ച ഉപ്പും ഉടമ്പടി മാതാവിൻ്റെ കാശിരൂപവും പിടിച്ച് ആ വീട് വയ്ക്കുന്ന സ്ഥലത്ത് നടന്ന് ഞാൻ വചനം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ചുറ്റും നടന്ന് വചനം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇത്രേ പറഞ്ഞോളൂ, പരിശുദ്ധ അമ്മേ, നമുക്കറിയില്ല എന്നാ ചെയ്യുന്നതെന്ന്. അമ്മ കാനായിലെ കല്യാണ വീട്ടിൽ ചെന്ന് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പരിശുദ്ധ അമ്മ അവിടെ ഇടപെട്ടതുപോലെ എൻ്റെ ഈ കാര്യത്തിൽ അമ്മ ഇടപെടണമേ. ഇതെന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ തന്നെ പരിശുദ്ധ അമ്മ പ്രവർത്തിച്ചു. അമ്മ നല്ല ദൈവാനുഗ്രഹമുള്ള, ഐശ്വര്യമുള്ള, മനോഹരമായൊരു ഭവനം എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ജനുവരി 28-ാം തീയതി എൻ്റെ വെഞ്ചിരിപ്പായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നടന്നു. അതിന് പരിശുദ്ധ അമ്മയോടും ഈശോയ്ക്കും നന്ദി പറയാൻ വാക്കുകളില്ല. പിന്നെ എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പത്രം മേടിച്ച് കൊണ്ടുപോകും. ഞാൻ പള്ളിയിൽ കൊടുക്കില്ല, കാരണം പള്ളിയിൽ എല്ലാവരും വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്തുള്ള ഹിന്ദുക്കളായ വീട്ടുകളും പിന്നെ കഷ്ടപ്പെടുന്നവർക്കുമൊക്കെ കൊടുക്കും. എൻ്റെ ഈ വിശ്വാസം കണ്ട്, എൻ്റെ ഈ വീട് പണി കണ്ട് ഒത്തിരി പേര് കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ, ഒത്തിരി പറയുന്നില്ല ഞാൻ. കാരുണ്യപ്രവൃത്തികൾ തൊട്ടടുത്ത് ഓൾഡ് ഏജ് ഹോമുണ്ട്. ഞാൻ അവിടെ പോയി അമ്മച്ചിമാരെ കുളിപ്പിക്കാൻ കൂടും. പിന്നെ അവരുടെ മുറികളൊക്കെ കഴുകി കൊടുക്കും. വളരെ വിഷമിച്ച് കഴിയുന്ന അമ്മച്ചിമാരുണ്ട്, അവരെയൊക്കെ കുളിപ്പിക്കാനും എല്ലാത്തിനും കൂടും. സന്തോഷത്തോടെ ഞാൻ കൂടും. പിന്നെ പള്ളിയിൽ എനിക്ക് കൊയറ് പാടുന്നുണ്ട്. അപ്പം മിക്കവാറും 4 കുർബാനയ്ക്കൊക്കെ ഒരു ദിവസം പാടാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പാടാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി 1000 നന്ദി.